ബെർമ്യൂഡ ട്രയാങ്കിൾ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കുഭാഗത്ത് അമേരിക്കയിലെ മിയാമി, ബെർമ്യൂഡ ദ്വീപ്, പ്യൂർട്ടോറിക്കോ ഈ 3 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാൽ ഒരു ട്രയാങ്കിൾ രൂപം കിട്ടും. ഈ പ്രദേശത്തെയാണ് പൊതുവെ ബെർമ്യൂഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഒഫീഷ്യൽ ബൗണ്ടറിയുള്ള സ്ഥലമല്ല. ഇത് വെറും ലൂസ്ലി ഡിഫൈൻഡ് ഏരിയ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് ഭയപ്പെടുത്തുന്നത്? പലരും വിശ്വസിക്കുന്നത് ഈ പ്രദേശത്ത് കപ്പലുകൾ കാണാതാകുന്നു, വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, ഡിസ്ട്രസ് സിഗ്നൽസ് കിട്ടിയിട്ടും പിന്നീടൊരു ട്രേസ് പോലും കാണുന്നില്ല. ഇതെല്ലാം കേട്ടാൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി പോലെ തോന്നും. 1918-ൽ USS സൈക്ലോപ്സ് എന്ന വലിയ ചരക്ക് കപ്പൽ 309 പേരോടൊപ്പം കാണാതായി. അതിനുശേഷം 1940കളിൽ 5 US നേവി ബോംബർ വിമാനങ്ങൾ ട്രെയിനിംഗ് മിഷനിൽ പോയി. അവരും മിസ്സിംഗ്. അതിലുപരി അവരെ തിരയാൻ പോയ റെസ്ക്യൂ എയർക്രാഫ്റ്റ് പോലും കാണാതായി. ഈ സംഭവങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് തിരിച്ചു. 1950കളിൽ മാധ്യമങ്ങൾ ഈ സംഭവങ്ങളെ സെൻസേഷണലൈസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ നടക്കുന്ന അപകടങ്ങൾക്ക് ആളുകൾ പറയുന്ന ചില കാരണങ്ങൾ നോക്കാം. 1. മാഗ്നറ്റിക് അനോമലി. കപ്പലുകളും വിമാനങ്ങളും ഡയറക്ഷൻ കണ്ടെത്താൻ കോമ്പസ് ഉപയോഗിക്കും. ചിലർ പറയുന്നത് ഈ പ്രദേശത്ത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് അബ്നോർമൽ ആണെന്നാണ്. അതുകൊണ്ട് കോമ്പസ് തെറ്റായി കാണിക്കും, വഴിതെറ്റും. പക്ഷേ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമല്ല. 2. മീഥേൻ ഗ്യാസ് ഇറപ്ഷൻസ്. കടലിന്റെ അടിയിൽ മീഥേൻ ഗ്യാസ് കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ഗ്യാസ് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറയും. അതുകൊണ്ട് കപ്പൽ മുങ്ങാം എന്നതാണ് തിയറി. പക്ഷേ ഇത് വലിയ കപ്പലുകൾ മുങ്ങിക്കാൻ മതിയായ കാരണമല്ലെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. 3. റോഗ് വേവ്സ് ആൻഡ് സ്റ്റോംസ്. കടലിൽ പെട്ടെന്നുണ്ടാകുന്ന ഹ്യൂജ് വേവ്സ് അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ വെതർ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. കപ്പലുകൾക്കും വിമാനങ്ങൾക്കും വലിയ അപകടം സൃഷ്ടിക്കും. 4. ഹ്യൂമൻ എറർ. വളരെ പ്രധാനപ്പെട്ട കാര്യം. നാവിഗേഷൻ മിസ്റ്റേക്സ്, റോങ് ഡിസിഷൻസ് ഇവയാണ് പല അപകടങ്ങൾക്കും പ്രധാന കാരണം. ചിലർ പറയുന്നത് ഏലിയൻസ് കപ്പലുകളും വിമാനങ്ങളും അബ്ഡക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൈം പോർട്ടലുകൾ വഴി അവ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകുന്നു. പക്ഷേ ഇവയ്ക്ക് ശാസ്ത്രീയമായ ഒരു തെളിവുമില്ല. സത്യാവസ്ഥ എന്താണ്? ഇപ്പോൾ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ബെർമ്യൂഡ ട്രയാങ്കിളിൽ അപകടങ്ങൾ ലോകത്തിലെ മറ്റു സ്ഥലങ്ങളെക്കാൾ കൂടുതലാണോ? ഉത്തരം ഇല്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ റിയാലിറ്റി. ഇത് ലോകത്തിലെ ഏറ്റവും ബിസി ഷിപ്പിംഗും ഫ്ലൈറ്റ് റൂട്ട്സുമാണ്. കൂടുതൽ ട്രാഫിക് ഉള്ളിടത്ത് കൂടുതൽ ആക്സിഡന്റ്സ് റിപ്പോർട്ടാകുന്നത് സ്വാഭാവികം. 2023ൽ മാത്രം ലോകത്ത് 3000-ലധികം ഷിപ്പ് ആക്സിഡന്റ്സ്. ഫ്ലൈറ്റ് ആക്സിഡന്റ്സ് വളരെ കുറവ്. 10 ലക്ഷം ഫ്ലൈറ്റിൽ 2 മാത്രം. ഈ കണക്കിൽ ബെർമ്യൂഡ ട്രയാങ്കിൾ ഒരു സ്പെഷ്യൽ ഡേഞ്ചർ സോൺ അല്ല. കടൽ എന്തുകൊണ്ട് അപകടകരമാണ്? ഇപ്പോൾ വലിയ പിക്ചർ നോക്കാം. ഭൂമിയുടെ 70% ഭാഗം കടലാണ്. അത് വളരെ ഡീപ്പ്, റിമോട്ട്, അൺപ്രഡിക്റ്റബിൾ. റെസ്ക്യൂ എത്താൻ സമയമെടുക്കും, വെതർ പെട്ടെന്ന് മാറും, നാവിഗേഷൻ ഡിഫിക്കൽട്ടാണ്, മെക്കാനിക്കൽ ഫെയിലിയർ സീരിയസ് ആകും. ഇവയെല്ലാം ചേർന്നാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. വൈ ഡിസപ്പിയറൻസസ് ഹാപ്പൻ? പലരും ചോദിക്കും, സാറ്റലൈറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല? കാരണം സാറ്റലൈറ്റ്സ് മോസ്റ്റ്ലി ലാൻഡ് ഏരിയാസ് ഫോക്കസ് ചെയ്യുന്നു. കടലിന്റെ അടിഭാഗം കാണാൻ പറ്റില്ല. ഓഷ്യൻ മാപ്പിംഗ് പോലും ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് കടലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അവസാനമായി പറയാനുള്ളത്, ബെർമ്യൂഡ ട്രയാങ്കിൾ ഒരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി അല്ല. അത് മീഡിയ ഹൈപ്പും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ചേർന്നൊരു കഥയാണ്. അപകടങ്ങൾ അവിടെ മാത്രം സംഭവിക്കുന്നില്ല, ലോകമെങ്ങും നടക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ബെർമ്യൂഡ ട്രയാങ്കിൾ മിസ്റ്ററി കേൾക്കുമ്പോൾ ഓർക്കുക, അതൊരു റിയൽ മിസ്റ്ററി അല്ല, ബട്ട് എ മിസ്അണ്ടർസ്റ്റുഡ് റിയാലിറ്റിയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ സയൻസ് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.